ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് ആണ് അല്ലേ. 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകത്തിലെ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഹിരാകാശം എന്ന ടോപ്പിക്കിലെ പാർട്ട് 3 ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് 51ാമത്തെ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. നോട്ട് ചെയ്തോളൂ. കൃത്രിമ ഉപഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ നിർമ്മിച്ച ഉപഗ്രഹമാണ് കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് മനുഷ്യർ സ്പേസിലേക്ക് അയക്കുന്നതാണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ആണ് കേട്ടോ. 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്. ഏതൊക്കെയാണത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ കേട്ടോ. ഇതിൽ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് കേട്ടോ. മെർക്കുറി ആണ് സ്മാളസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ, വീനസ് ആണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്ന് പറയുന്നത്. ശക്തമായ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇതിനുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനോട് ഏറ്റവും ദൂരെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് കേട്ടോ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ്. ഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുന്ന ശക്തി ഏതാണ്? ഗുരുത്വാകർഷണമാണ് കേട്ടോ. ഗ്രാവിറ്റി ആണ് പ്ലാനറ്റ്സിനെ ഓർബിറ്റിൽ നിലനിർത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ശാസ്ത്രം ഏതാണ്? ജ്യോതിശാസ്ത്രമാണ് കേട്ടോ. ജ്യോതിശാസ്ത്രമാണ് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ശാസ്ത്രം. അടുത്തത്, ചന്ദ്രൻ്റെ പ്രകാശം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ചന്ദ്രന് പ്രകാശം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യനിൽ നിന്നാണ് ലഭിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നും മൂന്നാമത്തെ ഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയാണ് മൂന്നാമത്തെ ഗ്രഹം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൊവ്വയുടെ നിറം ഏതാണ്? ചുവപ്പാണ് ചൊവ്വയുടെ നിറം. ശനിയുടെ പ്രത്യേകത എന്താണ്? വളയങ്ങളുണ്ട് കേട്ടോ. ശനിക്ക് വളയങ്ങളുണ്ട്, അതാണ് ശനിയുടെ പ്രത്യേകത. വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം കേട്ടോ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഇനി ബുധൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ കേട്ടോ. ഇനി ഭൂമിയിൽ ജീവൻ സാധ്യമാകാൻ കാരണം എന്തായിരുന്നു? വെള്ളവും വായുവും അനുയോജ്യമായ സാഹചര്യവുമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ ഭാരം കുറവായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഗുരുത്വാകർഷണം കുറവായതുകൊണ്ടാണ്. അവിടെ ഗുരുത്വാകർഷണം കുറവായതുകൊണ്ടാണ് ചന്ദ്രനിൽ ഭാരം കുറവായി തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണ്? കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കും. അടുത്തത്, ഋതുക്കൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഋതുക്കൾ ഉണ്ടാകാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ദൂരെയുള്ള നക്ഷത്രങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ടെലിസ്കോപ്പാണ് കേട്ടോ. ടെലിസ്കോപ്പാണ് ദൂരെയുള്ള നക്ഷത്രങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? പ്രകാശവും ചൂടും ലഭിക്കില്ല. ബഹിരാകാശ വസ്തുക്കളെ പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ജ്യോതിശാസ്ത്രജ്ഞരാണ് കേട്ടോ. ബഹിരാകാശ വസ്തുക്കളെ പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ നമ്മൾ എന്താണ് പറയുന്നത്? ജ്യോതിശാസ്ത്രജ്ഞർ എന്നാണ്. ചന്ദ്രനിലെ താപനില വ്യത്യാസപ്പെടാൻ കാരണം എന്താണ്? അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ചന്ദ്രനിലെ താപനില വ്യത്യാസപ്പെടുന്നത് കേട്ടോ. നോ അറ്റ്മോസ്ഫിയർ മീൻസ് നോ ടെമ്പറേച്ചർ കൺട്രോൾ. ഓക്കെ, ഭൂമിക്ക് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ് കേട്ടോ. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ രൂപം മാറുന്നതിന് കാരണം എന്താണ്? സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം മാറുന്നത് കൊണ്ടാണ് ചന്ദ്രൻ്റെ രൂപം മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നക്ഷത്ര രാശി എന്നാണ് ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ പറയുന്നത്. ഇനി സൂര്യൻ നൽകുന്ന ഊർജ്ജം ഏതാണ്? സൗരോർജ്ജമാണ് അല്ലേ. സോളാർ എനർജിയാണ് സൂര്യൻ നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൂര്യൻ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? നക്ഷത്രം അല്ലേ. നക്ഷത്രത്തിലാണ് സൂര്യൻ പെടുന്നത്. റോക്കറ്റ് എന്തിനുപയോഗിക്കുന്നു? ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റോക്കറ്റ്സ്. ഓക്കെ, ഈശ്വര ഇതൊക്കെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വന്ന്
ചന്ദ്രൻ്റെ ഘട്ടങ്ങൾ എന്ന് വെച്ചാൽ ചന്ദ്രനെ കാണുന്ന രൂപത്തിലെ മാറ്റങ്ങളാണ് ചന്ദ്രൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ധ്രുവ നക്ഷത്രം കണ്ടെത്താൻ സഹായിക്കുന്ന നക്ഷത്ര രാശി ഏതാണ്? സപ്തർഷിയാണ് കേട്ടോ. ധ്രുവ നക്ഷത്രം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന നക്ഷത്ര രാശി എന്ന് പറയുന്നത് സപ്തർഷിയാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന പാതയ്ക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ഭ്രമണപഥം എന്നാണ് പറയുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്ന പാതയുടെ പേരാണ് ഭ്രമണപഥം. ബഹിരാകാശത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബഹിരാകാശ യാത്രികൻ എന്നാണ് പറയുന്നത്. ബഹിരാകാശം പഠനം എന്തിനെ സഹായിക്കുന്നു? ആകാശവസ്തുക്കളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് പാർട്ട് 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.